ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എല്ലാവരും കൂടിയിട്ട് സാൻഡിയാഗോയിലേക്ക് കേട്ടോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് സാൻഡിയാഗോ പോവാം. ചുമ്മാ അവിടെ അവിടെ ബീച്ച് ആൻഡ് ഫസ്റ്റ് പോകുന്ന ഭക്ഷണം കഴിക്കാനാണ്. അത് ആദ്യം പറയാമല്ലോ. അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയിട്ട് ബിരിയാണി പോലുള്ള സാധനങ്ങൾ തട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കവിടെ ബീച്ച്, പിന്നെ അവിടെ ഓൾഡ് ടൗൺ അവിടെയൊക്കെ ഒന്ന് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ചാർമിനാർ പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം ബിരിയാണി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പോൾ ഒരു 3-4 ടൈപ്പ് ബിരിയാണി, ഒരു 3 ടൈപ്സ് ബിരിയാണി നമ്മൾ 4 പേർക്ക് സെപ്പറേറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് കേട്ടോ കുറച്ചുകൂടി ഇഷ്ടം. എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെ ബിരിയാണിയാണ് വെല്ലുവിളിക്കാൻ ആരുമായിട്ടില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് അപ്പോൾ ഏകദേശം വയറ് നല്ല ഫുള്ളായിരുന്നു. ഇനി ബാക്കി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ടോറി പൈൻസ് ബീച്ചിലേക്കാണ് കേട്ടോ.
ഇവിടെയാണെങ്കിൽ ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല ഈ കാണുന്ന പോലെയല്ല, ഈ നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വളരെ അടുത്താണെന്ന് വിചാരിച്ചാൽ പോലും താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇപ്പത്തെന്ന് വിചാരിച്ച് നടക്കും തോറും എത്തുന്നേ ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അതായത് വളരെ ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമായതുകൊണ്ട് കുറേ നടക്കാൻ താഴത്തേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് നടന്നു പോണത്. കാലിഫോർണിയയിലെ സാൻഡിയാഗോയിലുള്ള ഒരു പബ്ലിക് ബീച്ചാണ് കേട്ടോ ഈ ടോറി പൈൻ സ്റ്റേറ്റ് ബീച്ച് എന്ന് പറയുന്നത്. ആണല്ലോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ഈ ഒരു നല്ലൊരു ഏരിയ, നല്ല ഭംഗിയുള്ളൊരു ഇതിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു നമ്മൾ ചിത്രങ്ങളൊക്കെ കാണില്ലേ, അതുപോലെ നല്ല രസത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വെള്ളയും സ്വർണവും കലർന്ന 300 അടി ഉയരമുള്ള മണൽക്കല്ല് പാറക്കൂട്ടങ്ങളുടെ അടിത്തട്ടിലാണ് ബീച്ച്. ചിലപ്പോൾ ഏറ്റവും അടിയിൽ പച്ച കലർന്ന പാളി കാണാം. ഈ ടോറി പൈൻ സ്റ്റേറ്റ് ബീച്ചിൻ്റെ വടക്ക് ഭാഗത്ത് 3 അടി ഉയരം മുതൽ 6 മുതൽ 8 അടി ഉയരം വരെയുള്ള തിരമാലകൾ കാണാം. അടിപൊളി ബീച്ചാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളിവിടെ ബീച്ചിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തു എല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് നേരം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും നല്ല കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തിരിച്ച് കയറലാണ്. അതായത് ഇറങ്ങണം തന്നെ ബുദ്ധിമുട്ട്, അപ്പോൾ തിരിച്ച് കയറുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞങ്ങളാണെങ്കിൽ വെള്ളം പോലും കയ്യിലെടുക്കാൻ മറന്നുപോയി. കാരണം ഇതിങ്ങനെ ചിന്തിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ച് കയറുമ്പോൾ വളരെ കഷ്ടപ്പെട്ടു. കാരണം അത്രയും ഉയരത്തിലാണ് സ്റ്റെപ്സും, പിന്നെ തിരിച്ച് കയറാനുള്ള ആ ഒരു ശക്തി ഞങ്ങൾക്ക് ഇല്ലാതാണ് ഞങ്ങൾ കയറുന്നത്. പക്ഷേ നമ്മൾ സ്വയം കയറിയല്ലേ മുകളിൽ എത്തിപ്പെടുള്ളൂ എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ കയറി എത്തിപ്പെട്ടു മുകളിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ട്. ഇതിപ്പോൾ മുഴുവൻ കാണിക്കുമ്പോൾ ഇത് വലിയൊരു വീഡിയോ ആയി പോവും. അതുകൊണ്ട് ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.